വെൽക്കം ടു സയൻസ് ടോക്സ്. സോ ഇന്ന് എടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ ടൈപ്പാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പം സെറ്റ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ കൊല്ലവും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടൈപ്പ് എടുക്കും, അല്ലെങ്കിൽ അക്കിനി ആണെങ്കിൽ അക്കിനി, അതിൽ വരുന്ന എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു പെക്യുലാരിറ്റി കാണിച്ചിട്ട് ഇത് ഏത് ടൈപ്പ് ഫ്രൂട്ടാണ്, അക്കിനി ആണോ, ലെഗ്യൂം ആണോ, ഫോളിക്കിൾ ആണോ, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. സോ അപ്പം മുഴുവനായിട്ട് ഒരു ക്ലാസ്സിൽ തീർക്കാൻ വേണ്ടി പറ്റില്ല, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഹാഫ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലായിട്ട് ഇടുന്നതായിരിക്കും. സെറ്റ് എക്സാമിന് മാത്രമല്ല, നമുക്ക് ഡിഗ്രി ആണെങ്കിലും MSc ആണെങ്കിലും ഒക്കെ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രൂട്ട് ടൈപ്സ് എന്ന് പറയുന്നത്. സോ എന്താണെന്ന് നമുക്ക് ഓരോന്നും നോക്കാം. അപ്പം ഇതാണ് ടോട്ടലി ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറയുമ്പോൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രൂട്ട്സിനെ നമ്മൾ മെയിൻലി മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, പിന്നുള്ളത് കോമ്പോസൈറ്റ് ഫ്രൂട്ട്. അതിൽ സിമ്പിൾ ഫ്രൂട്ടാണ് അധികം ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. സിമ്പിൾ ഫ്രൂട്ടിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അതാണ് അധികം ചോദിച്ചത്. സിമ്പിൾ ഫ്രൂട്ട് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഡെഹിസൻസ് ഒക്കെ അനുസരിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ടും ഉണ്ട്, ഫ്ലഷിയും ഉണ്ട്. അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് 3 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു: ഡെഹിസൻറ്റ്, ഇൻഡെഹിസൻറ്റ്, ഷൈസോകാർപ്പിക്. ഇനി ഇതിൽ വരുന്ന കുറേ ടൈപ്പും അതിൻ്റെ സബായിട്ട് വരുന്ന കുറേ ടൈപ്പ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം സിമ്പിൾ ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിക്കാം. സോ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ? The fruit developed from the ovary of a solitary pistil in a single flower. സിമ്പിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു സിംഗിൾ ഫ്ലവർ ഉണ്ടായിരിക്കും, ഒരു സിംഗിൾ കാർപ്പല ഉണ്ടായിരിക്കുള്ളൂ, സിംഗിൾ ഫ്രൂട്ട് ആയിരിക്കും. ആ കാർപ്പലിൻ്റെ ഉള്ള ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്, അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്. സിംഗിൾ ഫ്ലവറിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഒന്ന് സിമ്പിൾ ഡ്രൈ ഫ്രൂട്ടും സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ടും. അപ്പം സിമ്പിൾ ഡ്രൈ ഫ്രൂട്ട് എന്താണെന്ന് നോക്കാം. അപ്പം ദ പെരികാർപ്പ് ഈസ് സിമ്പിൾ, ഡ്രൈ, membranous, leathery or woody and is not differentiated into 3 layers. ഓക്കെ, അപ്പോൾ എന്താണ് പെരികാർപ്പ് എന്ന് അറിയായിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ ഒരു സീഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സീഡിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനെയാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. സീഡിൻ്റെ കവറിങ് ആയിട്ട് പറയാം. സീഡ് കവർ ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ പെരികാർപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പെരികാർപ്പ് റീജിയണ് ഡിഫറൻഷിയേഷൻ ഒന്നുമില്ലെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഫ്ലഷി ഫ്രൂട്ട് ആണെങ്കിൽ അവിടെ എന്തുണ്ടാകും? ഡിഫറൻഷിയേഷൻ ഉണ്ടാകും. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കോക്കനട്ട്, തേങ്ങ ഉണ്ടല്ലോ. തേങ്ങയിൽ ചകിരി പോലെയുള്ള ഒരു പോർഷൻ ഉണ്ട്, ചിരട്ടയുണ്ട്, പിന്നെ നമ്മൾ ചിരകുന്ന ആ ഒരു പോർഷൻ ഉണ്ട്. അപ്പം അങ്ങനെ 3 പോർഷൻസ് ഉണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്തതാണ് സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഡിവിഷൻ ഇല്ലെങ്കിൽ അതിനെയാണ് ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു സിമ്പിൾ ഫ്രൂട്ടിൽ ഫസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ഡ്രൈ ഫ്രൂട്ട് എന്താണെന്ന് നോക്കാം. അപ്പം സിമ്പിൾ ഡ്രൈ ഫ്രൂട്ടിനെ തന്നെ നമ്മൾ പറഞ്ഞു ഡിഫറൻഷിയേഷൻ ഇല്ല, അതിനെ തന്നെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഡ്രൈ ഡെഹിസൻറ്റ് സിമ്പിൾ ഫ്രൂട്ട്. അതായത് ഈ ഒരു സിമ്പിൾ ഫ്രൂട്ടിൽ തന്നെ ഡെഹിസൻസ് നടത്തുന്ന വിധം അനുസരിച്ച് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, എന്താണ് ഡ്രൈ ഡെഹിസൻറ്റ് സിമ്പിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ, ദ പെരികാർപ്പ് ഓഫ് ദ ഫ്രൂട്ട് ruptures after ripening and then the seeds are dispersed. അതായത് ഇപ്പോൾ ഒരു സീഡ് ഫ്രൂട്ട് ഡെവലപ്ഡ് റൈപ്പൻ ചെയ്തു, പഴുത്ത് കഴിഞ്ഞ് അത് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ എന്താ, സീഡ്സ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്രൂട്ട് റപ്ചർ ചെയ്യും. ഫ്രൂട്ടിൻ്റെ പെരികാർപ്പ് പൊട്ടിയതിന് ശേഷമാണ് അത് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് ഏത് വേണമെങ്കിലും, നമുക്കിപ്പോൾ വെണ്ടയ്ക്ക എടുത്താൽ വെണ്ടയ്ക്ക എങ്ങനെയാ, അത് മൂത്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഒരു സ്പ്ലിറ്റിംഗ് അല്ലേ നടക്കുന്നത്, എന്നിട്ടാണ് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രൈ ആയിട്ട് റപ്ചർ ചെയ്തിട്ട് പൊട്ടി തെറിച്ചിട്ട് സീഡ് പോകുന്നതിനെയാണ് ഡ്രൈ ഡെഹിസൻറ്റ് സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്, നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെഗ്യൂമാണ്. ഡ്രൈ ഡെഹിസൻറ്റ് സിമ്പിൾ ഫ്രൂട്ടിൽ വരുന്ന ഒന്നാമത്തെയാണ് ലെഗ്യൂം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ലെഗ്യൂം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലായി, ലെഗ്യൂമിനസ് പ്ലാന്റ് എന്ന് പറയുന്നത് ഏതാ? പയർ ചെടികളാണ്. അപ്പോൾ പയറാണ് ലെഗ്യൂം എന്ന് പറയുമ്പോൾ മനസ്സിൽ വരേണ്ടത്. അപ്പം കുറേ ഈ ഒരു മോണോകാർപ്പലറി എന്നുള്ള കേസൊക്കെ എല്ലാത്തിലും പല ടൈപ്പ് വരുന്നുണ്ട്, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും, പറ്റുമെങ്കിൽ മാത്രം പഠിച്ചു വെക്കുക. ഈ ഒരു ലെഗ്യൂം എന്ന് പറയുമ്പോൾ അവിടെ മോണോകാർപ്പലറി സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഓവറി ആയിരിക്കും ഉണ്ടായിരിക്കുക. ലെഗ്യൂം നമുക്കറിയാം മാർജിനൽ പ്ലാസന്റേഷൻ ആണ്.
ഇവിടെയുള്ള കാണുന്ന മാർജിനൽ പ്ലാസന്റേഷൻ ആണ് ഈ ഒരു ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ എന്താണ് ഈ ഒരു ലെഗ്യൂം എന്ന് വെച്ചാൽ അവരുടെ ഡെഹിസൻസ് എങ്ങനെയാണ്? ഡെഹിസ് എലോങ് ബോത്ത് ദ ഡോർസൽ ആൻഡ് വെൻട്രൽ സ്യൂച്ചർ. അതായത് നമ്മൾ പയറ് ചെടികളൊക്കെ നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു പോർഷൻ രണ്ട് സൈഡിലും ഇതേപോലെ അപ്പുറത്തെ സൈഡും ഉണ്ടാവുമല്ലോ, രണ്ട് സൈഡിലും ഡെഹിസൻസ് നടക്കും. രണ്ട് സൈഡിലും ഡെഹിസൻസ് നടന്നിട്ടാണ് ലെഗ്യൂംസ് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് വരക്കുമ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഡെഹിസൻസ് നടന്നു, ഇവിടെ ഇങ്ങനെ ഡെഹിസൻസ് നടന്നു. അതായത് പൊട്ടി പുറത്തേക്ക് വന്നതാണ്, ഇവിടെയാണ് കുരു ഉണ്ടാവുക. ഓക്കെ, രണ്ട് ഭാഗത്തും അതായത് ഇതിന്റെ ഈ ഒരു പോർഷനിലും ഉണ്ടാകും, അതേപോലെ അപ്പുറത്തെ സൈഡിലും എന്തുണ്ടാകും? റപ്ചറിങ് ഉണ്ടാവും. ആ റപ്ചറിങ് നടന്നിട്ടാണ് എന്ത് നടക്കുക? ഡെഹിസൻസ് നടക്കുക. അതാണ് ലെഗ്യൂമ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഫോളിക്കിൾ ആണ്. ഫോളിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ മാത്രമേ റപ്ചറിങ് നടക്കുള്ളൂ. ഓക്കെ, ഒരു സൈഡിൽ അതായത് മുകളിൽ മാത്രമേ, ഇവിടെ ഈ ഒരു സൈഡിൽ മാത്രമേ റപ്ചറിങ് നടന്നിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സൈഡിൽ മാത്രമാണെങ്കിൽ ഫോളിക്കിൾ, രണ്ട് സൈഡിലും റപ്ചറിങ് നടക്കുന്നുണ്ടെങ്കിൽ അതാണ് ലെഗ്യൂമ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ സിലിഗ്വ ആണ്. സിലിഗ്വ എന്ന് പറയുമ്പോൾ അവിടെ ബൈകാർപ്പലറി ആയിട്ടോ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഗൈനീഷ്യം ആയിരിക്കും ഉണ്ടാവുക. പ്ലാസന്റേഷൻ പെരിയേറ്റൽ പ്ലാസന്റേഷൻ. നമ്മൾ ഈ വെള്ളരി എന്നെല്ലാം പറയുമ്പോഴാണ് അവിടെയാണ് പെരിയേറ്റൽ പ്ലാസന്റേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ പെരിയേറ്റൽ പ്ലാസന്റേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കണക്റ്റഡ് ആണ്. പെരിയേറ്റൽ പ്ലാസന്റേഷൻ വരുമ്പോൾ അവിടെ മൾട്ടി സീഡഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ആയിരിക്കും. അവിടെ എങ്ങനെയാണ് ഡെഹിസൻസ് നടത്തുക? ഫ്രം ബിലോ അപ്വാർഡ്. ഡെഹിസ് ഫ്രം ബിലോ അപ്വാർഡ് ബൈ ബോത്ത് ദ സ്യൂച്ചർ. ഓക്കെ, അതായത് ഇവിടെ ഇങ്ങനെ താഴോട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നെങ്കിൽ നമുക്ക് താഴെ നിന്ന് മുകളിലോട്ടേക്ക്, ബിലോ അപ്വാർഡ്, താഴെ നിന്ന് മുകളിലോട്ടേക്ക് ഏതൊക്കെ സ്യൂച്ചർ ആണോ ഉള്ളത് താഴെ നിന്ന് മുകളിലോട്ടേക്ക് എന്താ അവിടെ സ്പ്ലിറ്റ് ആയിട്ടാണ് നടക്കുക. അത് തൂങ്ങിയിട്ടായിരിക്കും ഉണ്ടാക്കുക. ബ്രാസിക്ക ചെടിയിലൊക്കെ നമ്മൾ മുളക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ബ്രാസിക്ക എന്നൊക്കെ പറയുന്നത് കടുകൊക്കെയാണ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് താഴോട്ടായിരിക്കും, ഇങ്ങനെയായിരിക്കും ആ ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കുക, അതിൻ്റെ സീഡ് ഉണ്ടായിരിക്കുക. അതിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആണ്, താഴെ നിന്ന് മുകളിലോട്ടേക്കാണ് സ്പ്ലിറ്റിങ് വരുന്നത്. ഓക്കെ, എത്ര എന്താ സ്യൂച്ചേഴ്സ് ഉണ്ടോ ആ സ്യൂച്ചറിലൊക്കെയാണ് ഈ ഒരു ടൈപ്പ് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആണ് ക്യാപ്സ്യൂൾ. അവിടെ ബൈലോക്കുലാറും ട്രൈലോക്കുലാറും മൾട്ടിയും ഒക്കെ ആകാം. അപ്പോൾ ഇവ എങ്ങനെയാ? ലോങ്ങിറ്റ്യൂഡിനലി ആകാം, ട്രാൻസ്വേഴ്സലി ആകാം, ഓർ ബൈ ദ ഫോർമേഷൻ ഓഫ് പോർസ്. അവ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്യാപ്സ്യൂൾസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ടൈപ്പ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. സോ അതിൽ ഒന്നാമത്തത് ലൊക്യൂലിസിഡൽ ആണ്. ലൊക്യൂലിസിഡൽ എന്ന് വെച്ചാൽ ഡോർസൽ സ്യൂച്ചർ ആണ്. ഡോർസൽ സ്യൂച്ചർ എന്ന് വെച്ചാൽ എന്താ? പുറമേ ഉള്ള ആ ഒരു ഭാഗത്ത് എന്താ ഡെഹിസൻസ് നടക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ഈ ഒരു വെണ്ടയ്ക്ക എടുത്തു കഴിഞ്ഞാൽ പുറത്തേയുള്ള ഈ ഒരു ഡോർസൽ സൈഡിൽ പുറമേയുള്ള ഭാഗത്തൊക്കെയാണ് എന്ത് നടക്കുന്നത്? സ്യൂച്ചർ ഉണ്ടാകുന്നത്. അതാണ് ലൊക്യൂലിസിഡൽ. ദെൻ സെപ്റ്റിസിഡൽ എന്ന് വെച്ചാൽ എലോങ് ദ ലൈൻ ഓഫ് ദി യൂണിയൻ ഓഫ് കാർപ്പൽസ്. അതായത് കാർപ്പൽസ് കൂടിച്ചേരുന്ന ആ ഒരു റീജിയനിലാണ് എന്ത് ഡെഹിസൻസ് നടക്കുന്നത്. അരിസ്റ്റോലോക്കിയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ സെപ്റ്റി ഫ്രാഗ്രൽ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ലൊക്യൂലിസിഡൽ ആകാം, ഇതുപോലെ ആകാം, അല്ലെങ്കിൽ സെപ്റ്റിസിഡലും ആകാം. ബട്ട് ദ വാൾ ഫോൾ ഓഫ് ലീവിങ് ദ സീഡ്സ് അറ്റാച്ച്ഡ് ടു ദ സെൻട്രൽ ആക്സിസ്. നോക്കിയേ, ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ദത്തൂരയാണ് പറയുന്നത്. ഈ ഒരു ദത്തൂര പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സീഡ് ഉള്ളത്. അപ്പോൾ ഒരു ഡിസ്പേഴ്സലിൻ്റെ സമയമാകുമ്പോൾ അവയ്ക്ക് അവയുടെ സ്യൂച്ചർ വഴി ഏത് ടൈപ്പ് ആണെങ്കിലും ഏത് ഡെഹിസൻസ് വഴിയാണെങ്കിലും, അതായത് ഇതാണ് ആ ഒരു പോർഷൻ എങ്കിൽ ഒന്നുകിൽ ഇതിലൂടെ 2-3 സ്യൂച്ചർ ഉണ്ടായിട്ട് ആ ഒരു സീഡ് അങ്ങ് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം ഈ ഒരു പോർഷനിലില്ലേ ഈ വാളായിട്ട്, അതായത് കുറേ പീസായിട്ട് വരുന്ന സാധനം അങ്ങ് ഇളകിപ്പോകും. അപ്പോൾ സീഡ് അവിടെ തന്നെ ഉണ്ടാകും, ബാക്കിയുള്ള പോർഷൻസ്, ആ സീഡിനെ കവർ ചെയ്ത പോർഷൻസ് ഒക്കെ ഇളകിപ്പോകും. അതാണ് സെപ്റ്റി ഫ്രാഗ്രൽ. കുറേ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ആ ഫ്രാഗ്മെന്റ്സ് ഒക്കെ ഇളകിപ്പോകും, പക്ഷെ സീഡ് ആ പ്ലാന്റിൽ തന്നെ സെൻട്രൽ ആക്സിസിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അതാണ് ദത്തൂരയിൽ വരുന്ന ആ ഒരു സെപ്റ്റി ഫ്രാഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡ്രൈ ഡെഹിസിൻ്റെ ഡ്രൈ ആയിട്ട് ഡെഹിസ് ചെയ്യുന്ന ആൾക്കാർ, സ്യൂച്ചർ ഫോം ചെയ്തിട്ട്. ദെൻ ലാസ്റ്റ് വൺ പോറസും കൂടി ഉണ്ട്.
അപ്പോൾ ഈ ഒരു പോറസ് എന്താണെന്ന് വെച്ചാൽ പോർസ് വഴി അപ്പെക്സിൽ അതിൻ്റെ ഏറ്റവും അപ്പെക്സിലായിട്ടൊരു പോർ ഉണ്ടാകും. ആ പോർ വഴിയായിരിക്കും ഡെഹിസൻസ് നടക്കുന്നത്. അതിന് എക്സാമ്പിൾ ഒപ്പിയമാണ്. ഒപ്പിയം സ്പീഷീസ് ഒക്കെ ഈ ഒരു പോറസിന് എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വൺ ഡ്രൈ ആൻഡ് ഇൻഡെഹിസെന്റ് ഫ്രൂട്ട്. മറ്റേത് ഡ്രൈ ഡെഹിസെന്റ് ആണ്, ഡെഹിസൻസ് നടക്കുന്നതാണ്. ഇവിടെ ഡെഹിസൻസ് നടക്കില്ല. ദ ഫ്രൂട്ട് ഡു നോട്ട് ഡെഹിസ് ഈവൺ ആഫ്റ്റർ റൈപ്പനിങ്. പഴുത്താലും അവിടെ ഡെഹിസൻസ് നടക്കില്ല. സീഡ്സ് ആ ഫ്രൂട്ടിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് ഡ്രൈ ഇൻഡെഹിസെന്റ് സിമ്പിൾ ഫ്രൂട്ട്. അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഒന്ന് അക്കിനി എന്ന് പറയുന്നത്. അക്കിനിക്ക് എക്സാമ്പിൾ ഇത് ക്ലെമാറ്റിസ്, ബൊറാവിയ, മിറാബിലിസ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ അപ്പൂപ്പൻ താടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അക്കിനിയിൽ മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി ആയിരിക്കും. wall of the single seed is free from the hard pericarp or wall of the fruit. അതായത് ഈ ഒരു സൺഫ്ലവറിൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു സിംഗിൾ സീഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അക്കിനയിൽ ഒരു സിംഗിൾ സീഡേ ഉണ്ടായിരിക്കുള്ളൂ. ആ സിംഗിൾ സീഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ഇതെങ്കിൽ, ആ ഒരു ഫ്രൂട്ട് പോർഷൻ എങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ആ ഒരു സീഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇവിടെയാണ് സീഡ് ഉണ്ടായിരിക്കുക. സീഡിൻ്റെ ഒരു പോർഷൻ മാത്രമേ ആ ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സീഡ് ഫ്രീ ആണ് ആക്ച്വലി, പക്ഷെ അവിടെ ഡെഹിസൻസ് നടത്തുന്നില്ല. എക്സാമ്പിൾ ആണ് നമ്മൾ മെയിൻലി പഠിച്ചു വെക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ കാരിയോപ്സിസ്. ഇത് മോണോകാർപ്പലറി ആണ്, ഒറ്റ സീഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ദ പെരികാർപ്പ് ഈസ് ഇൻസെപ്പറബിളി ഫ്യൂസ്ഡ് വിത്ത് ടെസ്റ്റ. നമുക്ക് നെല്ല് ഗ്രെയിൻസ് ഇല്ലേ, ഗ്രെയിൻസ് ഒക്കെയാണ് ഇതാ ട്രിറ്റിക്കം, സിയ, മൈസ്, ചോളം, ഗ്രെയിൻസും ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഈ ഒരു ഗ്രെയിൻസ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അരി എന്ന് പറയുന്ന ആ ഒരു സീഡ് എന്ന് പറയുന്നത് സീഡ് കോട്ടുമായിട്ട് ടൈറ്റ്ലി കവർ ചെയ്തിട്ടാണല്ലേ ഉള്ളത്. ഇതാണ് ഒരു സീഡ് കോട്ട് എന്ന് പറയുന്നത്. ആ ഒരു സീഡ് കോട്ടിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ടായിരിക്കും സീഡ് ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവിടെ ഡെഹിസൻസ് ഒന്നും നടക്കില്ല. അതാണ് കാരിയോപ്സിസ് എന്ന് പറയുന്നത്. നെല്ല് ആലോചിച്ചാൽ മതി. ദെൻ സിപ്സെല്ല എന്ന് പറയുന്നത് ഡ്രൈ വൺ ചേമ്പേർഡ് വൺ സീഡഡ് ഫ്രൂട്ട് ഡിറൈവ്ഡ് ഫ്രം ബൈകാർപ്പലറി ഓർ പോളികാർപ്പലറി സിൻകാർപ്പസ് ഇൻഫീരിയർ ഓവറി ഹാവിങ് ബേസൽ പ്ലാസന്റേഷൻ. ബേസൽ പ്ലാസന്റേഷൻ ആണ് ഈ ഒരു സിപ്സെല്ലയ്ക്ക് ഉള്ളത്. ടെസ്റ്റ ആൻഡ് പെരികാർപ്പ് ഫ്രീ ആണ്. ഇപ്പോൾ ടെസ്റ്റയും പെരികാർപ്പും തമ്മിൽ ഫ്രീ ആണ്. എക്സാമ്പിൾ ഹീലിയാന്തസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സൂര്യകാന്തി ഒക്കെ ഇതിൽ പറയാം. അപ്പം ഈ ഒരു സിപ്സെല്ല എന്ന് പറയുമ്പം ശരിക്കും ഒരു അക്കിനിയുടെ ആ ഒരു ടൈപ്പ് തന്നെയാണ്. അതായത് സീഡിൻ്റെ ഒരു പോർഷൻ മാത്രമേ ആ ഒരു ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷേങ്കിൽ എന്താ സിപ്സെല്ല എന്ന് പറയുന്നത് കൂടുതലും നമ്മളുടെ ആസ്റ്ററേസിയ ഫാമിലി ഇല്ലേ, സൺഫ്ലവർ വരുന്ന ആ ഒരു ഫാമിലിൻ്റെ കേസിൽ നമ്മൾ കൂടുതൽ പറയുമ്പോൾ സിപ്സെല്ല എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. അക്കിനെ പോലെ തന്നെയാണ് ഈ ഒരു സിപ്സെല്ല. ദെൻ നട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ കശുമാങ്ങ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിൽ എടുക്കാം. വെൻ ഫ്രൂട്ട് വോൾ ഈസ് ഹാർഡ് ആൻഡ് ബോണി ഓഫ് വൺ ചേമ്പേർഡ് വൺ സീഡഡ് ഫ്രൂട്ട് ഡെവലപ്പിംഗ് ഫ്രം ബൈകാർപ്പലറി ഓർ പോളികാർപ്പലറി ഓവറി. എവിടെയും ഒരു സീഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഹാർഡായിട്ടുള്ള നമ്മളുടെ കോട്ട് എന്ന് പറയുന്നത് ഹാർഡാണ് കേട്ടോ. ഫ്രൂട്ടിൻ്റെ വോള് എന്ന് പറയുന്നത് നല്ല ഹാർഡാണ്. ഓക്കെ, വൺ ചേമ്പേർഡ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് സീഡ് ഉള്ളത്. നെട്ട് എന്ന് പറയുമ്പം ഹാർഡ് എന്ന് ഓർത്താൽ മതി. അക്കിനി എന്ന് പറയുമ്പോൾ എന്താ, ഒരു സൈഡ് മാത്രം അറ്റാച്ച്ഡ് ആയിരിക്കും. ആ അക്കിനിയിൽ സൺഫ്ലവർ ആ ഒരു ഫാമിലി വരുമ്പോഴാണ് അതിന് സിപ്സെല്ല എന്ന് പറയുന്നത്. കാരിയോപ്സിസ് എന്ന് പറയുമ്പം ഫുള്ളി കവേർഡ് ആണ്, അതിൻ്റെ ഉള്ളിലായിരിക്കും വിത്ത് ഉണ്ടായിരിക്കുക. നെല്ല് ഓർത്ത് വെച്ചാൽ മതി. Then last one, dry schizocarpic simple fruit ആണ്. Ripe fruits are divided into one seeded segments and the segment do not rupture further. അതായത് ഇവിടെ സെഗ്മെന്റേഷൻ ആണ്. ഷൈസോകാർപ്പിക് എന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെയും ഇടയിലാണ്. ഡെഹിസെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇൻഡെഹിസെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, രണ്ടിൻ്റെ ഇടയിലാണ്. അവിടെ എന്നാ സീഡ്സിന് കുറേ മെരികാർപ്പ് കുറേ സെഗ്മെന്റ് ആക്കിയിട്ടുണ്ടാകും. പക്ഷെ ആ സെഗ്മെന്റ്സ് ഒരിക്കലും റപ്ചർ ചെയ്യില്ല. അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒന്ന് ക്രെമോകാർപ്പാണ്. APAceae ഫാമിലിയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദ ഫ്രൂട്ട് ഡെഹിസ് ഫ്രം ടു ഇൻഡെഹിസെന്റ് സിംഗിൾ സീഡഡ് മെരികാർപ്പ് വിച്ച് റിമെയിൻ അറ്റാച്ച്ഡ് ടു കാർപ്പോഫോർ. നമ്മൾ APAceae നമ്മൾ കൊറിയാൻഡം ഇല്ലേ, മല്ലി എന്ന് പറയുന്നത്, അത് വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ഒരു കൊറിയാൻഡം എന്ന് പറയുന്ന ആ ഒരു ഫുള്ളായിട്ടുള്ള
ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ഫുള്ളായിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് രണ്ട് പാർട്ടാക്കിയിട്ട് മാറി. ഇതൊരു മെരികാർപ്പ്, ഇത് രണ്ടാമത്തെ മെരികാർപ്പ്. ഈ രണ്ട് മെരികാർപ്പ് എന്താണ്? ഇൻഡെഹിസൻ്റ് ആണ്. ഇവ സ്പ്ലിറ്റായി, അതായത് ഡെഹിസൻസ് നടത്തി ഉണ്ടാക്കിയ രണ്ട് മെരികാർപ്പ് ഇൻഡെഹിസൻ്റ് ആണ്. ഓക്കെ, ഇത് ഓരോന്നിലും ഓരോ സീഡായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സിംഗിൾ സീഡുള്ള, അതായത് ഒന്നിൽ കൂടുതൽ സീഡ് ഉള്ളതിനെ സിംഗിൾ സീഡുള്ള പാർട്ടാക്കിയിട്ട് മാറ്റും. പക്ഷെങ്കിൽ അത് എപ്പോഴും ആ ഒരു ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. സീഡ്സ് ഡിസ്പേഴ്സൽ നടത്തുന്നില്ല, എന്നാലും ഡിസ്പേഴ്സൽ നടത്തുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ സ്പ്ലിറ്റ് ആകുന്നുണ്ടല്ലോ, അതാണ് ക്രമോകാർപ്പ് എന്ന് പറയുന്നത്. ദെൻ കർക്കേറുലേ എന്ന് പറയുന്നത്, കാർക്കേറുലേ എന്ന് പറയുമ്പോൾ അവിടെയും സുപ്പീരിയർ ഓവറിയാണ്, കുറേ ലോക്യൂൾസ് ഉണ്ടാകും. അവിടെ ആക്സിയൽ പ്ലാസന്റേഷൻ ആണ് വരുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സോ ഈ ഒരു കാർക്കേറുലയും ക്രമോകാർപ്പും സംഭവം സെയിം ആണ്, അതായത് കുറേ മെരികാർപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. പക്ഷെ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്രമോകാർപ്പ് എന്ന് പറയുന്നത് എന്താ, ഒറ്റൊരു സിംഗിൾ സീഡുള്ള രണ്ട് മെരികാർപ്പായിട്ടാണ് മാറുന്നത്. സിംഗിൾ സീഡുള്ള രണ്ട് മെരികാർപ്പായിട്ടാണ് മാറുന്നത്. പക്ഷെ കാർക്കേറുലേ എന്ന് പറയുന്നത് ഒന്നുകിൽ മൾട്ടി സീഡഡ്, രണ്ടെണ്ണത്തിൽ നിന്നാണ് രണ്ടെണ്ണം സ്പ്ലിറ്റ് ആകുന്നത്. പക്ഷെങ്കിൽ കാർക്കേറുലേ എന്ന് പറയുന്നത് രണ്ടായിരിക്കില്ല, രണ്ടിൽ കൂടുതലാകാം. ഓക്കെ, എണ്ണത്തിലാണ്, ആ ഒരു മെരികാർപ്പിന്റെ എണ്ണത്തിലാണ് കാർക്കേറുലയിൽ വ്യത്യാസം വരുന്നത്. ദെൻ റഗ്മ എന്ന് പറയുന്നത് സുപ്പീരിയർ ട്രൈലോക്കുലാർ ആണ്, 3 ലോക്യൂൾസ് ആണ്. And bear many spinous tubercles. It is split into many parts called cocci. ഓക്കെ, അപ്പം റഗ്മ തമ്മിലുള്ള വ്യത്യാസം എന്താ? റഗ്മ എന്ന് പറയുന്നത് ട്രൈലോക്കുലാർ ആണ്, 3 ലോക്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, ആ 3 ലോക്യൂൾസ് ആണ് പല പാർട്ടായിട്ട്, മെയിൻ പാർട്ടായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പോകുന്നത്. റിസിനസ് ആണ് ഈ ഒരു ടൈപ്പിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, റഗ്മ. Then Lomentum vary with marginal placentation like legume, but the sutures are transverse. At maturity, the fruit is broken up into one-seeded segments. പിന്നെ എക്സാമ്പിൾ നമ്മൾ അക്കേഷ്യ ആണ് മെയിൻലി എക്സാമ്പിൾ പറയുന്നത്. അതായത് അപ്പോൾ ഈ ഒരു ലൊമൻറ്റവും ബാക്കിയുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ ട്രാൻസ്വേഴ്സ് ആയിട്ടായിരിക്കും സ്യൂച്ചർ ഫോം ചെയ്യുന്നത്. ഡെഹിസിങ് സ്യൂച്ചേഴ്സ് ആർ ട്രാൻസ്വേഴ്സ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഓരോന്നിലുള്ളൂ. എല്ലാം കുറേ സ്പ്ലിറ്റപ്പ് ആയിട്ട് മെരികാർപ്പ് ഉണ്ടാകുന്നു. ക്രമോകാർപ്പ് എന്ന് പറയുമ്പം ഒന്നിൽ നിന്ന് രണ്ട് മെരികാർപ്പ് ഉണ്ടാകും. കാർക്കേറുലേ എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിയാണ്, മെയിൻലി ഒന്നിൽ നിന്നല്ല രണ്ടിൽ നിന്ന് മൾട്ടിയും ആകാം. റഗ്മ എന്ന് പറയുന്നത് ട്രൈലോക്കുലാർ ആണ്. ലൊമൻറ്റം എന്ന് പറയുന്നത് അവിടെ ട്രാൻസ്വേഴ്സ് ആണ് സ്യൂച്ചർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു സിമ്പിൾ ഫ്രൂട്ടിലെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ കേസിൽ വരുന്നത്. ബാക്കിയുള്ള ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.